ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ് നമ്മൾ കുറച്ച് ഡിലേ ആയെന്നറിയാം. നമ്മുടെ വീഡിയോ 2-3 ആഴ്ചയായി വീഡിയോ ഒക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെല്ലാവരും കുറേ പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഏതാണ് ടോപ്പിക്? BCA പ്ലസ് AI സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ഉള്ള കോളേജസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല BCA പ്ലസ് AI കോഴ്സ് കൊടുക്കുന്ന കോളേജസിനെയാണ് പറയുന്നത്. അല്ലാതെ വേറൊരു റീജിയൻ അല്ലെങ്കിൽ ഒരു പ്ലേസ് സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്. ഇന്ത്യയിൽ ഫുൾ ആയിട്ടുള്ള ഇതിലെ ഏറ്റവും നല്ല ഈ കോഴ്സ് കൊടുക്കുന്ന ഏതൊക്കെയാണ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇറസ്പെക്റ്റീവ് ആയിട്ട് ലൊക്കേഷൻ ഒന്നും നോക്കാതെ നിങ്ങൾ നല്ല കോളേജുകൾ ഏതാണെന്നാണ് ആദ്യം അറിയേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലോ കർണാടകയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഏറ്റവും നല്ല കോളേജുകൾ ഏതാണെന്ന് പറയാതെ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഈ കോഴ്സുകൾ കൊടുക്കുന്ന കോളേജ് ഏതാണെന്നുള്ളത് പറയാമെന്ന് ഓർത്ത്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരു കൺസ്ട്രെയിൻ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അതിനുള്ള വീഡിയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോളേജ് ഏതാണ്? ഫസ്റ്റ് കോളേജ് വരുന്നതെന്ന് പറയുന്നത് JECRC യൂണിവേഴ്സിറ്റി ജയ്പൂർ ആണ് വരുന്നത്. അപ്പം ഇവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 to 3 lakhs ആണ് വരുന്നത് ഈ കോഴ്സിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതെന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. എന്തായാലും 12th പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 12th നമുക്ക് മിനിമം 60% അഗ്രിഗേറ്റ് വേണം എല്ലാ സബ്ജക്ട്സിലും. അതേപോലെ നിങ്ങളിത് ഇംഗ്ലീഷിലായിരിക്കണം ആ സബ്ജക്ട്സിനെ പഠിച്ചിരിക്കേണ്ടത്. അത് ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നായിരിക്കണം നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോളേജ് ഏതാണ്? ഓക്കെ, രണ്ടാമത് വരുന്നത് ശൂലിനി യൂണിവേഴ്സിറ്റി ആണ്. അത് ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. ഇവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3 to 4 lakhs ആയിരിക്കും. ഇനി നേരത്തെ അല്ലു പറഞ്ഞ പോലെ തന്നെ ഈ കോളേജിലും നിങ്ങൾക്ക് BCA പ്ലസ് AI പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് എലിജിബിൾ ആയിട്ട് വേണ്ട കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അത് എന്ന് പറയുന്നത് 12th നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കണം. അത് ഒബ്വിയസ്ലി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഡിഗ്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ മിനിമം നിങ്ങൾക്ക് ഒരു 55% മാർക്സ് വേണം. അതും ഇംഗ്ലീഷിലായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ +2 ചെയ്തേക്കുന്ന ഒരു റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ബോർഡിൽ നിന്നായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ +2 ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ കോളേജ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത് ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ. ഇവിടെ വരുന്ന ഫീസും ഏകദേശം 3 to 4 lakhs തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് 48% മാർക്സ് വേണം. ഇംഗ്ലീഷിലായിരിക്കണം ആ സബ്ജക്ട്സ് എല്ലാം പഠിച്ചിരിക്കേണ്ടത്. അതേപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നായിരിക്കണം നമ്മൾ 12th പാസ്സായിരിക്കേണ്ടത്. നാലാമത്തെ കോളേജ് ഏതാണ്? ഓക്കെ, നാലാമത്തെ എന്ന് പറയുന്നത് സുസാൻ യൂണിവേഴ്സിറ്റി ഗുർഗാവോണാണ് നമുക്ക് വരുന്നത്. അവിടെ വരുന്ന ഒരു 3.5 to 4 lakhs ആയിരിക്കും നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഫീസ് എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കാനുള്ള എലിജിബിലിറ്റി ഏതാണ് നമുക്കിനി നോക്കാം. അവിടെ പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 നിങ്ങൾ പാസ്സായിരിക്കണം, ഒരു റിക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്നായിരിക്കണം, അതും ഇംഗ്ലീഷ് എന്തായാലും വേണം, പിന്നെ അഗ്രിഗേറ്റ് ഒരു 50% നിങ്ങൾക്ക് എന്തായാലും വേണം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റത്തെ കോളേജ്, അത് അഞ്ചാമത്തെ കോളേജ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അഞ്ചാമത് വരുന്നതെന്ന് പറയുന്നത് ബെന്നറ്റ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ് ആണ് വരുന്നത്. അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 5 to 6 lakhs ആയിരിക്കും വരുന്നത്. പിന്നെ അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം, വിത്ത് ഇംഗ്ലീഷ് കമ്പൽസറി ആണ്, അതായത് ഇംഗ്ലീഷിലായിരിക്കണം അതെല്ലാം വേണ്ടുന്നത്. അതേപോലെ തന്നെ 60% മാർക്സ് വേണം. പിന്നെ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ IB ബോർഡിലാണ്, റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് വേണം പഠിക്കണം എന്നുള്ളത് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ IB ബോർഡിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ മിനിമം സ്കോർ എന്ന് പറയുന്നത് 24 ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും IB ബോർഡ് എന്താണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, IB ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബാക്കലോറിയേറ്റ് എന്നാണ്. ചില ആളുകൾക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ല. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വിസ് ബോർഡാണ്, ഒരു ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വിസ് ബോർഡാണ്. ഇത് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവയിലാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ എവിടെ പോയി പഠിക്കാനും ഭയങ്കര റെക്കഗ്നേഷൻ ആണുള്ളത്. പക്ഷേ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത് നിങ്ങൾക്ക് മിനിമം സ്കോർ ഒരു 24 മാർക്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ IB ബോർഡിലാണ് പഠിച്ചതെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ BCA പ്ലസ് AI ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നത്. സോ ഇനി എന്തെങ്കിലും വേറെ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്ന ടോപ്പ് 5 കോളേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കേഷൻ ആണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല കോളേജസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു നല്ല പ്ലേസ്മെന്റ്സും നിങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പോഷറും കിട്ടും. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന ലൊക്കേഷനിൽ ഇതിലെ ബെസ്റ്റ് കോഴ്സ്, അതായത് ഈ BCA പ്ലസ് AI ബെസ്റ്റ് ഏതൊക്കെയാണ് കോളേജസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, ഞങ്ങൾ റിപ്ലൈ ചെയ്തായിരിക്കും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ കമന്റിൽ തന്നെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതുകൊണ്ടാണ് മെയിലിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മെയിൽ ആകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കാനിരിക്കും ഭയങ്കര പാടായിരിക്കും.
പിന്നെ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിലിൽ തന്നെ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി തരാൻ പറ്റുള്ളൂ. കമന്റിൽ റിപ്ലൈ തരുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് തരാൻ നമുക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അറിയണം, ചെറിയ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ തന്നെ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡിലേ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിരിക്കും, നിങ്ങൾ തിരിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാം, നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.